അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാറിന് ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നു. പ്രായമേറെയായിട്ടും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അങ്ങ് ഒരുപാട് കാലം ആഫിയത്തോടെ ദീർഘായുസ്സോടുകൂടെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂരിൽ നടന്ന ദുരന്തം ഒരുപാട് ജീവനുകൾ ചേതനയറ്റ് ശരീരമാസകലം കഷ്ണം നുറുങ്ങി തെറിച്ച് മരണപ്പെട്ട ഒരുപാട് മരണം സംഭവിച്ച രംഗത്ത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളൊക്കെ വേദനയോടുകൂടെ കേട്ട സമയം, അതുപോലെ തന്നെ ദുരന്തങ്ങളിൽ അപകടം പറ്റിയവർക്ക് 1,00,000 രൂപയും അതുപോലെ തന്നെ അപകടം പറ്റിയവർക്ക് 50,000 രൂപയും സംഭാവന ചെയ്തത് ആരും പറഞ്ഞിട്ടല്ല. അങ്ങയുടെ ആ വലിയ മനസ്സിൽ നിന്ന് അങ്ങ് ഉൾക്കൊണ്ട മതത്തിൻ്റെ വിശ്വാസമാണ് അങ്ങ് നിർവഹിച്ചത്. അതാണ് മനുഷ്യന് വേണ്ടത്. വർഗീയ വിഘടനവാദികളായ RSS BJPയിൽപ്പെട്ട കുറേ ആളുകൾ നിരന്തരമായി ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് കലിതുള്ളുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോഴേക്ക് അസുഖം പിടിക്കുന്ന ആളുകൾ, മാനസിക രോഗികൾ, അവരെ കൊണ്ട് നാട്ടിനൊരു ഗുണമില്ല. കാരണം അവർ മതം പഠിച്ചിട്ടില്ല, മതത്തെക്കുറിച്ച് അവർക്കറിയില്ല. രാമായണത്തിൻ്റെ കർത്താവ് വാൽമീകി മഹർഷി തമസാ നദിയുടെ തീരത്ത് ഇരിക്കുമ്പോൾ ഒരു പക്ഷി മറ്റൊരു പക്ഷിയെ കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടിട്ട് ആ പക്ഷിയെ ഒരു കാട്ടാളൻ കൊന്നു. ആ പക്ഷി വീണു, ചത്തു. ഇത് കണ്ട് അതിൻ്റെ ഇണയായ മറ്റൊരു പക്ഷി കണ്ണിൽ നിന്ന് കണ്ണീരൊലിച്ച് കരയുന്നത് കണ്ടപ്പോൾ വാൽമീകി മഹർഷിക്ക് വല്ലാത്ത സങ്കടം തോന്നിയിട്ട് അവർ ശപിച്ചു കാട്ടാളന്. മാ നിഷാദ പ്രതിഷ്ഠാം തമഗമശ്വാശ്വതി സമാം യത് ക്രൗഞ്ച മിഥുനാദ്വേഗം അവധി കാമമോഹിതം. നീ ഒരു ക്രൗഞ്ചിൽപ്പെട്ട 2 മിഥുനങ്ങളായി ജീവിക്കുന്ന അവരെ നീ കൊന്നതുകൊണ്ട് നിനക്ക് ശാപം തരുന്നു എന്ന് പറഞ്ഞു. ആ ശാപത്ത് പറഞ്ഞ ആ ഗ്രന്ഥമാണ്, ആ കവിതയാണ് പിന്നീട് അവിടെ നിന്നാണ് അദ്ദേഹം രാമായണം രചിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം, അറിയുന്നവർക്കൊക്കെ അറിയാം. ആ കാട്ടാളിനെ മാത്രമല്ല വാൽമീകി മഹർഷി ശപിച്ചത്, ഒരു മതത്തെ തീവ്രമായി എതിർക്കുകയും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും അതിനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയാം. വർഗീയതയും വിഘടനവാദവും മാത്രം കൈമുതലാക്കി ജീവിക്കുന്നൊരു കുറേ പാഴ്ജന്മങ്ങൾക്ക് വാൽമീകി മഹർഷിയുടെ ആ ശാപമുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട നമ്മുടെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയില്ലേ. കാട്ടൂർ അലി മുസ്ലിയാർ, അതുപോലെ റിയാസ് മൗലവി, ഇങ്ങനെ ഒരുപാട് ആളുകളെ നിരന്തരമായി കൊന്നുകളഞ്ഞോ. അവർക്കൊക്കെ ഈ വാൽമീകി മഹർഷിയുടെ ശാപമുണ്ടെന്ന് മനസ്സിലാക്കാൻ അവർ ഹിന്ദുമതം പഠിച്ചിട്ടില്ല. ഹിന്ദുമതം പഠിച്ച ഒരാളുണ്ട്, രാഷ്ട്രീയ രംഗത്തെ മുടിചൂട മന്നനായ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തോട് ഒരു ആൾ ചോദിച്ചു, നിങ്ങൾ നല്ല വിശ്വാസിയാണല്ലോ, എന്ത് വിശ്വാസമാണ് നിങ്ങളിൽ ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാനൊരിക്കലും നരേന്ദ്രമോദിയുടെ ഹിന്ദു അല്ല, ഞാൻ മറ്റ് വർഗീയ വിഘടനവാദികളുടെ ഹിന്ദു അല്ല, അമിത്ഷായുടെ ഹിന്ദു അല്ല. 24 മണിക്കൂറും
ഇസ്ലാം എന്ന് കേൾക്കുമ്പോഴേക്ക് കലി തുള്ളുന്ന, അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളുടെ ഹിന്ദു അല്ല ഞാൻ. ഗാന്ധിജിയുടെ ഹിന്ദുവാണ്. എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കാനും എല്ലാവരും മനുഷ്യരായി കാണാനും ഉള്ള മതം ഉൾക്കൊള്ളുന്ന ഹിന്ദുവാണ് ഞാൻ. അതൊന്നൊന്നര വാക്കാണ്. രമേശ് ചെന്നിത്തല സാറിന് അഭിനന്ദനം അർപ്പിക്കുകയാണ്. അഭിനന്ദനമുണ്ട് ഒരുപാട്. അതൊക്കെ കേൾക്കുമ്പോൾ നല്ല അഭിനന്ദനമുണ്ട്. ജനാധിപത്യം മരിക്കരുത്. നമുക്ക് ജീവിക്കണം. നമുക്ക് ജീവിക്കണമെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ ഒന്നാവണം. ഇതുപോലുള്ള വർഗീയ വിഘടനവാദികൾ, അവരെ കൊണ്ട് ഈ മരണപ്പെട്ടവർക്കൊരു സഹായം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചെയ്യൂല. ഒരു മിഠായി പോലും മേടിച്ചു കൊടുത്ത ചരിത്രം നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇതുപോലെ അവരുടെ മതത്തിൽപ്പെട്ട ഒരാൾ കഷ്ടപ്പെടുമ്പോൾ യൂസുഫ് അലി സാറിനെ പോലെയുള്ള ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ. എന്തുകൊണ്ടാണ് യൂസുഫ് അലി സാർ ചെയ്യുന്നത്? അദ്ദേഹം പഠിച്ച മതമാണത്. മനുഷ്യനായി കാണാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആരെയും വെറുക്കരുതെന്ന് പഠിപ്പിച്ചു. മറ്റൊരു ആരാധ്യ വസ്തുക്കളെയും ആരാധിക്കുന്ന ആളുകളെയും നീ ചീത്ത വിളിക്കരുത്, കുറ്റപ്പെടുത്തരുത് എന്ന് പഠിച്ചു അദ്ദേഹം. യഥാർത്ഥ നിങ്ങൾ എതിർക്കുന്ന മതമുണ്ടല്ലോ, ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അസുഖം പിടിക്കുന്ന ആ മതമാണ് പഠിപ്പിച്ചത് യൂസുഫ് അലി സാറിനെ ഇങ്ങനെ സഹായം ചെയ്യാൻ. വാൽമീകി മഹർഷി പഠിപ്പിച്ച അതേ രാമായണം പഠിച്ച രമേശ് ചെന്നിത്തല സാറും അതാണ് പറഞ്ഞത്. മതം ഉൾക്കൊള്ളാതെ ഹിന്ദു എന്ന പേരിൽ ഹിന്ദുക്കൾക്ക് പോലും നാണം കെടുത്തുന്ന ഇതുപോലുള്ള വർഗീയ വിഘടനവാദികൾ സമൂഹത്തിന് കേടാണ്, അപകടമാണ്. അവരെ കൊണ്ട് ആൾക്കൊരു ഗുണമില്ല. അവർക്ക് ചിലപ്പോൾ ഭൗതികമായി അതിൻ്റെ പിന്നിൽ കുറേ ഗുണമുണ്ടാകും. ചിലപ്പോൾ കള്ളത്തരത്തിലൂടെയും മറ്റൊക്കെ ആയിട്ട് വിജയിച്ചിട്ടുണ്ടാവും. പക്ഷേ സമൂഹത്തിൽ ഇവർ ചെയ്യുന്നത് വലിയ അപകടമാണ്. ഇനിയെങ്കിലും നിങ്ങളൊന്ന് നന്നാവാൻ നോക്ക്. എല്ലാ മതങ്ങളും എല്ലാവരും മനുഷ്യരാണെന്ന് ചിന്തിക്കാൻ തീരുമാനിക്കും. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ ലവ് ജിഹാദ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അതിനനുസരിച്ച കുറച്ച് ടി വികളും ജനൻ ടി വി പോലുള്ള ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്തൊരു മനുഷ്യത്വം മനസ്സിൽ കൊണ്ടുപോവാം. മൃഗത്തിൻ്റെ ചിന്തയുള്ള മനുഷ്യൻ, മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ. മനുഷ്യൻ ചിന്തിക്കുന്ന മൃഗമാവരുത്, ചിന്തിക്കുന്നൊരു മനുഷ്യനായി മാറി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് നടക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഈ കേരളമാകുന്ന പൂന്തോട്ടം. ഇവിടെ മുല്ലപ്പൂ വേണം, താമരപ്പൂ വേണം, റോസാപ്പൂ വേണം, ചെമ്പരത്തിപ്പൂ വേണം, എല്ലാ പൂവും വേണം. ഒരൊറ്റ പൂവേ പാടുള്ളൂ എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു കടുത്ത മനസ്സുണ്ടല്ലോ, അത് ആസ്വാദനത്തിന് കഴിയാത്ത മനസ്സാണ്. അതുകൊണ്ട് കേട് നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ടൊരു ഗുണവുമില്ല. കൂടെ കൂടാൻ കുറേ ആളുകളുണ്ടാകും. ഒന്ന് നന്നാവാൻ ശ്രമിക്കുക. നമ്മുടെ രാജ്യമാണ് ഇന്ത്യ രാജ്യം, നമ്മുടെ കേരളം സന്തോഷം നിറഞ്ഞ കേരളമാണ്. ഇവിടെ എല്ലാവരും ഒന്നിച്ച് വരട്ടെ. തൊപ്പിയിട്ട മുസൽമാനും ചന്ദനക്കുറിയിട്ട ഹിന്ദുവും കുരിശുമാല അണിഞ്ഞ ക്രൈസ്തവനും ഒന്നിച്ച് അണിചേർന്ന് സൗഹാർദ്ദ പ്രകടനം നടക്കട്ടെ. ഇവിടെ മുസ്ലിം പള്ളിയിലെ ബാങ്കുലി ഇവിടെ കേൾക്കണം, അമ്പലത്തിലെ ശംഖനാദം ഇവിടെ കേൾക്കണം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയുടെ മണിയടിയും ഇവിടെ കേൾക്കണം. അതൊന്നിച്ച് കേട്ട് ആസ്വദിക്കുന്ന ഒരു ഇന്ത്യ രാജ്യമല്ലേ നമുക്ക് വേണ്ടത്. രാമനും മുഹമ്മദും ജോസഫും കൈകോർത്ത് പിടിച്ചു പോകണം. രാമൻ അമ്പലത്തിൽ പോകണം, ജോസഫ് അവൻ്റെ ക്രിസ്ത്യൻ ചർച്ചിൽ പോകണം, മുഹമ്മദ് നേരെ പള്ളിയിൽ പോകണം. ആ ഒരു വിശ്വാസ ആദർശം ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാവുക. ഒന്നുകൂടി പറയുന്നു, രമേശ് ചെന്നിത്തല സാറിനും യൂസുഫ് അലി സാറിനും അഭിനന്ദനം. ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.